1966 ജാനുവരി 11 ലാൽ ബഹദൂർ ശാസ്ത്രി നമ്മെ വിട്ടുപിരിഞ്ഞു. അതേസമയം തൃശ്ശൂരുള്ളൊരു തീരദേശ ഭൂമിയായ വലപ്പാട് അധ്യാപക ദമ്പതികളായ ജോസിനും ലിലിക്കും ഒരാൺകുഞ്ഞ് പിറന്നു. കുഞ്ഞിനെ കണ്ട ഉടൻ ശാസ്ത്രി ഭക്തനായ ഡോക്ടർ പറഞ്ഞു, ഇവന് ലാൽ ബഹദൂർ എന്ന പേരിട്ടാലോ. ഇത് കേട്ട അമ്പലപ്പോട് നിന്ന ലില്ലി ടീച്ചർ ലാൽ ബഹദൂറിൽ നിന്നും ബഹദൂറിനെ ഒഴിവാക്കിക്കൊണ്ട് തന്റെ ഭർത്താവായ ജോസിന്റെ പേര് കൂടെ ആഡ് ചെയ്ത് തന്റെ പിഞ്ചോമനിക്ക് ലാൽ ജോസ് എന്ന നാമധേയം നൽകി. ഒരു മുല്ലമൊട്ട് പോലെ അവൻ വളർന്നു പന്തലിച്ചു. പിന്നീട് അവന്റെ ബാല്യകാലവും യൗവനകാലവും എല്ലാം അങ്ങ് ഒറ്റ പാലത്തായിരുന്നു. മനസ്സ് നിറയെ സിനിമയും സിനിമാമോഹവുമായ ആ ചെറുപ്പക്കാരൻ വണ്ടി കയറിയത് അങ്ങും മദ്രാസി പട്ടണത്തിലേക്കായിരുന്നു. അങ്ങോട്ട് നോക്കൂ, ആ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന കാലുകൾ അത് ലാൽ ജോസിന്റെ ആണ്. ആ നടത്തങ്ങളൊന്നും പാഴായിട്ടില്ല കേട്ടോ. 1989 ചെന്നൈയിൽ ജോലി ചെയ്യവേ തന്റെ വീട്ടുകാരറിയാതെ കയ്യിലുണ്ടായിരുന്ന 500 ചില്ലുവാനം രൂപയുമായി ഒരുപാട് പ്രതീക്ഷകളോടെ ലാലു കോഴിക്കോട്ടേക്ക് വണ്ടി കയറി. എന്തിനാണെന്നറിയാമോ? തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, കമൽ സാറിന്റെ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറാകാൻ. അർപ്പണബോധത്തോടെ തുടങ്ങിയ ആ സഹപ്രവർത്തനം അസിസ്റ്റന്റ് ഡയറക്ടറിൽ നിന്നും ഒരു പടി മുകളിലായി അയാൾ അസോസിയേറ്റ് ഡയറക്ടർ എന്ന പദവിയിലേക്ക് എത്തി. എന്തിനേറെ പറയണം, തോന്നിക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും നമ്മുടെ ഇന്നസെന്റ് ഏട്ടൻ പെറുക്കിയെടുക്കുമ്പോ ആ ഡയലോഗുകളെല്ലാം പറഞ്ഞു കൊടുത്തത് ആരാ? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അടിച്ചു പെറുക്കി. ഇനി രാമനായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ റെഡിയാട്ടോ, ക്യാമറ റെഡിയല്ലേ? ഏതൊരു സഹസംവിധായകന്റെയും ആഗ്രഹം എന്താ? ഒരു സ്വതന്ത്ര സംവിധായകനാവുക. തന്റെ വർഷങ്ങളോളം നീണ്ട കഠിനാധ്വാനങ്ങൾക്കൊടുവിൽ ആ അവസരം ലാൽ ജോസിനും വന്നെത്തി. മലയാളത്തിന്റെ സകലകലാ വല്ലഭനായ ശ്രീനിവാസൻ ലാൽ ജോസിന് ഒരു കഥ നൽകാമെന്ന് വാക്കുകൊടുത്തു. മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി 1998 ഒരു മറവത്തൂർ കനവെന്ന സിനിമ അയാൾ ബിഗ് സ്ക്രീനിന് മുന്നിലെത്തിച്ചു. അത് മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ശേഷം തന്റെ സഹപ്രവർത്തകനായ ദിലീപിനെ നായകനാക്കി ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, മീശമാധവൻ, ചാന്ത് പൊട്ട്, മുല്ല, രസികൻ, സ്പാനിഷ് മസാല തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ചപ്പോൾ മലയാളത്തിന് ലഭിച്ചത് ദിലീപ് എന്ന ജനപ്രിയ നായകനെയായിരുന്നു. പ്രവാസ ജീവിതത്തെ കൃത്യമായി വരച്ചു കാട്ടിയ അറബിക്കഥയും സലീം കുമാറിനെ മറ്റൊരു വേഷപ്പകർച്ചയിൽ കൊണ്ടുവന്ന അച്ഛനുറങ്ങാത്ത വീടും, കോളേജ് ക്യാമ്പസുകളിൽ തിരഹരമായി മാറി നിൽക്കുന്ന ക്ലാസ്മേറ്റ്സും, ഹിറ്റ് പാട്ടുകളുടെ കൂമ്പാരമായ നീലത്താമരയും, അനുരാഗവിലോചനായി ഭഗത് ഫാസിലിനെ നായകനാക്കി കൊണ്ടുവന്ന ഡയമണ്ട് നെക്ലേസും, കാതലില്ലേ എന്നേരെ നോക്കുകില്ലേ. ഓ, എന്തോരം ഹിറ്റ് ചിത്രങ്ങൾ! അങ്ങനെ പറയാൻ നിന്ന ഇന്നത്തെ ഒരു ദിവസം പോരാതെ വരും. നമ്മുടെ ലാലുവിനെ പറ്റി ഇത്രയേറെ വാദോരാതെ അതും ഒറ്റ ടേക്കിൽ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവാതിരിക്കില്ലല്ലോ. ഇനിയും ഒരുപാട് ഹിറ്റ് സിനിമകൾ സമ്മാനിക്കാൻ പ്രിയപ്പെട്ട ലാലുവിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.